morning, students. Today we are entering into our new chapter, Saturday morning. This is a story from a world famous novel, The Adventures of Tom Sawyer by Mark Twain. The central character of this story is a young boy, Tom Sawyer, who is living with his aunt Polly. He is very naughty. Let's read and enjoy the story. A Saturday morning. Tom, no answer. Tom, no answer. Where can he be? Aunt Polly asked herself. He must be somewhere here. She went to the door, looked out into the garden and shouted again, Tom, Tom, no answer. Aunt Polly ടോമിനെ കാണാതെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ടോമിൻ്റെ മറുപടി ഒന്നും ആൻറ്റിക്ക് കിട്ടുന്നില്ല. The old lady stood there thoughtfully. Suddenly she heard a sound behind her. She turned round quickly. There was Tom near the cupboard door. He had jam all over his face. What have you been doing? Aunt Polly asked angrily. Aunt Polly എല്ലായിടത്തും നോക്കി ഇങ്ങനെ ടോമിനെ തെരഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ആൻറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ടോം കബേർഡിൽ നിന്ന് ജാമൊക്കെ വാരി തേച്ച് അവിടെ നിൽക്കുകയാണ്. കബേർഡിൽ നിന്ന് ജാം എടുത്ത് തിന്നിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ്? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഓൺ പോളി ആസ്ക്ഡ് ആംഗർലി. When Tom did not answer, she went on. You have been stealing jam again? Don't tell me that you haven't. Haven't I told you 100 times to keep away from that cupboard? Where is the stick? Aunt Polly took her stick and raised it high. She was about to strike Tom hard. Tom, നീ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ആൻറ്റി ചോദിച്ചു. നീ നുണയൊന്നും പറയണ്ട. ജാമ് തിന്ന് നിൻ്റെ മുഖത്തൊക്കെ വാരി തേച്ചിട്ടുണ്ട്. വേഗം ആൻറ്റി വടിയെടുത്ത് ടോമിനെ അടിക്കാൻ ഓങ്ങുന്നു. ലുക്ക് ബിഹൈൻഡ് യു, ആൻറ്റി ഷൗട്ടഡ് ടോം. Aunt Polly looked behind her. This was Tom's chance. He rushed out of the house. അപ്പോൾ നമ്മുടെ ടോം എന്താ പറഞ്ഞത്? ആൻറ്റി പുറകിലേക്കൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആൻറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ ടോം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. He climbed over the fence. Soon he was far away. മതിൽ ചാടി പുറത്തേക്ക് ഓടിപ്പോയി. Aunt Polly was angry, but she laughed. He is a bad boy, she said to herself, but I love him. He is my poor dead sister's boy, and I must look after him. Aunt Polly was angry, but she laughed. ടോം ഓടി പോകുന്നത് കണ്ടപ്പോൾ ആൻറ്റിക്ക് ദേഷ്യം വന്നു. എങ്കിലും മനസ്സിൽ ചിരിച്ചു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഹീസ് എ ബാഡ് ബോയ്. ഷീ സെഡ് ടു ഹെർസെൽഫ്, ബട്ട് ഐ ലവ് ഹിം. ഹീ ഈസ് മൈ പുവർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ്. അവനൊരു കുറുമ്പനായ കുട്ടിയാണ്, എങ്കിലും ഞാൻ അവനെ സ്നേഹിക്കണം. അവൻ എൻ്റെ മരിച്ചുപോയ സഹോദരിയുടെ മകനാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കേണ്ടതാണ്. But I love him. He is my poor dead sister's boy, and I must look after him. I don't like to hit him, though I have to at times.
If I don't punish him, he will grow up lazy and wicked. I don't like to hit him. ഞാൻ അവനെ അടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അടിക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിലും പലപ്പോഴും ഞാൻ അവനെ അടിക്കാറുണ്ട്. ഞാൻ സ്ട്രിക്റ്റായിട്ട് അവൻ്റെ അടുത്ത് നിന്നില്ലെങ്കിൽ അവൻ മടിയനായി പോകും. അതുകൊണ്ടാണ് ഞാൻ അവനെ അടിക്കുന്നത്. Yes, I must be strict. On Polly's side. I will have to punish him for stealing the jam. But how? I know tomorrow is Saturday and there is no school on Saturdays. The boys have a holiday. But I will make Tom work. That will punish him. ഞാൻ എന്തായാലും അവനെ ഒന്ന് ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്, കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത അവധി ദിവസമാണ്. അന്ന് ടോമിന് എന്തെങ്കിലും ജോലി കൊടുത്ത് ഞാൻ അവനെ ശിക്ഷിക്കും. The next day, Saturday, was a holiday for the school. All the boys in this village were free. It was a beautiful day. The sun was shining and the birds were singing. The trees and flowers looked fresh and lovely. Tom, of course, wanted to go swimming. All other boys were going swimming. അടുത്ത ദിവസം ശനിയാഴ്ച അവധി ദിവസമാണ്. നല്ല സുപ്രഭാതം, നല്ല രസമായ ഒരു ദിവസമായിരുന്നു അന്ന്. പക്ഷികൾ പാട്ടുപാടുന്നു. അതുപോലെ തന്നെ നല്ല സുന്ദരമായൊരു ദിവസമായിരുന്നു ആ ശനിയാഴ്ച. എല്ലാ കുട്ടികളോടൊപ്പം നീന്തി കളിക്കാൻ, എല്ലാ കുട്ടികളോടുമൊപ്പം നീന്താൻ പോകണമെന്ന് ടോം വിചാരിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? Tom came sadly out of the house. He held a long brush in one hand. In the other, he carried a bucket full of whitewash. His aunt asked him to whitewash the fence. aunt എന്താണ് പണി കൊടുത്തത്? ടോമിനോട് ആ മതിൽ പെയിൻറ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ തന്നെ വലിയ ഒരു ബക്കറ്റിൽ പെയിൻറ്റും അതുപോലെ വലിയൊരു ബ്രഷും കൈ പിടിച്ച് ടോം പുറത്തേക്ക് വന്നു. Tom looked sadly at the fence. How high it is, how long it is, he thought. ടോം വളരെ ദുഃഖത്തോടെ വേദനയോടെ മതിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്ത് നീളമാണ് ഇതിന്, ഈ മതിലിന് എന്ത് ഉയരമാണ്, ഇത് മുഴുവൻ ഞാൻ അടിച്ച് വൈറ്റ് വാഷ് ചെയ്ത് തീർക്കണമല്ലോ എന്ന് ആലോചിച്ച് നിന്നു. Indeed, the height of the fence was 9 feet and its length was 30 yards. Tom put his brush into the whitewash. He drew it slowly across the fence. It made a very small white mark. അങ്ങനെ 9 അടി ഉയരവും 30 വാര നീളവുമുള്ള ആ മതിലിൻ്റെ അടുത്ത് വന്ന് ടോം വൈറ്റ് വാഷിൽ ബ്രഷ് മുക്കി പെയിൻറ് ചെയ്യാൻ തുടങ്ങി. He drew it slowly across the fence. It made a very small white mark. ചെറുതായിട്ട് സാവധാനം ടോം വൈറ്റ് വാഷിംഗ് തുടങ്ങി. അത് ചെറിയ നേരിയ ഒരു കളർ മാത്രമേ ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ ഉണ്ടായുള്ളൂ. Tom tried again. Another very small white mark. രണ്ടാം വട്ടം പെയിൻറ് ചെയ്തപ്പോഴും വലിയ കളറൊന്നും വന്നില്ല, ചെറിയ ഒരു കളർ മാത്രമേ മതിലിന് വന്നുള്ളൂ. Tom sat down and sighed heavily. സങ്കടത്തോടെ ടോം അവിടെ ഇരുന്നു. He took out
all the things that he had in his pockets. He had some marbles, some pieces of string, and 2 or 3 broken toys. No one will whitewash the fence for this, he thought. No, I must think of a better plan. He thought and thought. Soon he had an idea. ടോം അവിടെ ആലോചിച്ചിരുന്നു. അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്കെടുത്തു. അത് കുറച്ച് മാർബിൾ കഷ്ണങ്ങളും അതുപോലെ പൊട്ടിയ ടോയ്സൊക്കെ ആയിരുന്നു അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത്. അവൻ ചിന്തിച്ചു, ഇത് കൊടുത്താലൊന്നും ആരും തനിക്ക് വേണ്ടി ഈ മതിൽ പെയിൻറ് ചെയ്ത് തരില്ല. ഇനി എന്തു ചെയ്യാം? അവൻ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് അവനൊരു ഐഡിയ വന്നു. He picked up his brush again and began working hard. Ben Rogers was coming down the street. Tom pretended not to see him. He worked harder than ever. Ben was eating an apple. He looked very happy. He was pretending that he was a big ship and was rolling like one. He gave orders in a loud voice, and the ship obeyed them. He came up to Tom. He rubbed his eyes. "Why, Tom?" he cried in great surprise. "You are working?" വീണ്ടും വൈറ്റ് വാഷിംഗ് ആരംഭിച്ചപ്പോഴാണ് ബെൻ റോജേഴ്സ് എന്ന ടോമിൻ്റെ കൂട്ടുകാരൻ അതുവഴി വന്നത്. ബെന്നിനെ കണ്ടപ്പോൾ ടോം കാണാത്ത പോലെ നിന്ന് വളരെ ശ്രദ്ധയോടെ പെയിൻറ്റിങ് തുടർന്നുകൊണ്ടേയിരുന്നു. ബെൻ വളരെ സന്തോഷത്തോടെ ഒരു ആപ്പിളൊക്കെ തിന്നിട്ടാണ് വന്നിരുന്നത്. ബെൻ ടോമിനെ കണ്ടപ്പോൾ ചോദിച്ചു, "Why, Tom?" he cried in great surprise. "You are working." ടോം, ഇന്നൊരു അവധി ദിവസമല്ലേ, എന്നിട്ട് നീ ഇന്ന് ജോലി ചെയ്യുകയാണോ? ബെൻ ടോമിനോട് ചോദിച്ചു. Tom said nothing. He went on with his whitewashing. He seemed very much interested in his work. "Tom, you are working," Ben repeated. ടോം ഒന്നും പറയാതെ വളരെ സന്തോഷത്തോടെ വളരെ ശ്രദ്ധയോടെ വൈറ്റ് വാഷിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും ബെൻ ചോദിച്ചു, "ടോം, യു ആർ വർക്കിംഗ്. നീ ഇന്ന് ജോലി ചെയ്യുകയാണോ?" എന്ന് ടോമിനോട് വീണ്ടും ബെൻ ചോദിച്ചു. "Oh, it's you, Ben. I didn't notice you. I am just going for a swim. You don't want to come, do you? You like working, don't you?" "Oh, it's you, Ben. I didn't notice you." "Oh, Ben ആയിരുന്നോ? ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ," ടോം പറഞ്ഞു. അപ്പോൾ ബെൻ എന്താ പറഞ്ഞേ? "ഞാൻ നീന്താൻ പോവുകയാണ്, നീ വരുന്നില്ലേ? നീ ഇവിടെ ജോലി ചെയ്ത് നിൽക്കുകയാണോ?" എന്ന് ബെൻ ചോദിച്ചു. "This is the work," Tom said quietly and went on painting. "Not work," Ben exclaimed. "This isn't work. ഇതൊരു ജോലിയൊന്നുമല്ല, ഇത് എനിക്കിഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്." "Oh, no, I like it. Whitewashing is fun. You have never whitewashed a fence, have you?" ഇതൊരു ജോലിയൊന്നുമല്ല. അപ്പോൾ ബെൻ എന്താ പറഞ്ഞത്? ജോലിയല്ലേ എന്ന് ബെൻ ടോമിനോട് ചോദിച്ചു. ടോം പറഞ്ഞു, "ഓ നോ, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇത് ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്, ഇതൊരു ജോലിയല്ല. നീ വല്ലപ്പോഴും വൈറ്റ് വാഷിംഗ് ചെയ്തിട്ടുണ്ടോ? ഇത് വളരെ രസകരമായ ഒരു അനുഭവമാണ്." "വെൽ, നോ, ഐ ഹാവിൻറ്റ്." "ഓ, ഞാൻ ചെയ്തിട്ടില്ല." ബെൻ മറുപടി പറഞ്ഞു, "ഞാൻ ഇതുവരെ വൈറ്റ് വാഷിംഗ് ചെയ്തിട്ടില്ല." For a while, Ben stood there watching Tom. Tom paid no attention to him. All his attention was given to his work. ഇങ്ങനെ പറഞ്ഞിട്ട് ടോമിൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു.
ടോം വൈറ്റ് വാഷിംഗ് ചെയ്യുന്നത് ബെൻ വളരെ ആകാംക്ഷയോടെ അവിടെ നോക്കി നിന്നു. അറ്റ് ലാസ്റ്റ് ബെൻ സെഡ്, ലെറ്റ് മീ വൈറ്റ് വാഷ് എ ലിറ്റിൽ. ഓ നോ ബെൻ, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. I have promised Aunt Polly. Besides, it is so interesting. ബെൻ ചോദിച്ചു, ലെറ്റ് മീ വൈറ്റ് വാഷ് എ ലിറ്റിൽ. ടോമേ, എനിക്ക് കുറച്ച് വൈറ്റ് വാഷിംഗ് ചെയ്യാൻ തരുമോ? കുറച്ച് സ്ഥലം ഞാൻ വൈറ്റ് വാഷിംഗ് ചെയ്തോട്ടെ. നോ, ടോം പറഞ്ഞു, വേണ്ട, നീ ചെയ്താൽ അത് ശരിയാവില്ല. ഓണ്ട് പോളി പറഞ്ഞിട്ടുണ്ട് അത് വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്യണമെന്ന്. നിനക്കത് പറ്റില്ല. ലെറ്റ് മീ ഡു ജസ്റ്റ് എ ലിറ്റിൽ ബെഗ്ഡ് ബെൻ. അല്പം വൈറ്റ് വാഷിംഗ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ, കുറച്ച് സ്ഥലം വൈറ്റ് വാഷിംഗ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്ന് ബെൻ വളരെ യാചിച്ചുകൊണ്ട് ടോമിനോട് ചോദിച്ചു. നോ, ഐ ആം സോറി ബെൻ, ബട്ട് ഐ കാൺട്ട്. Aunt said that I must do it myself. If you do it, you will make a mistake. You will spoil everything. It's looking so nice now. No, I am sorry. Sorry, Ben. നീ ചെയ്താൽ ശരിയാവില്ല. You will spoil everything. It's looking so nice now. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. നീ ചെയ്താൽ അതാകെ വൃത്തികേടാവുള്ളൂ. അതുകൊണ്ട് നീ ചെയ്യണ്ട. I shan't make a mistake. I will be careful. You can have my apple if you let me. ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്തോളാം, നല്ല ഭംഗിയായിട്ട് ചെയ്യാം, ബെൻ പറഞ്ഞു. നീ വേണമെങ്കിൽ എൻ്റെ ആപ്പിൾ എടുത്തോ, എനിക്ക് വൈറ്റ് വാഷിംഗ് ചെയ്യാൻ തന്നാൽ മതി. Slowly and unwillingly, Tom handed the brush to Ben. Ben worked hard. It soon grew hot, but he went on working. Tom sat there watching and eating Ben's apple. Slowly and unwillingly, മനസ്സില്ലാതെ മനമില്ല മനസ്സോടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ടോം ബ്രഷ് ബെന്നിന് കൊടുത്തു. ബെൻ വൈറ്റ് വാഷിംഗ് ആരംഭിച്ചു. ടോം ബെന്നു കൊടുത്ത ആപ്പിളും തിന്ന് അവിടെ താഴെ സുഖമായി വിശ്രമിച്ചു. When Ben had done enough, other boys come along. At first they laughed at Tom as Ben had done, but soon they too were whitewashing the fence. Ben വൈറ്റ് വാഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു കുട്ടികളും അതുവഴി വന്നു. ആദ്യം അവർ ഇവരെ കളിയാക്കിയെങ്കിലും പിന്നീട് അവരും വൈറ്റ് വാഷിംഗ് ചെയ്യാൻ നിന്നു. അവരും വൈറ്റ് വാഷിംഗ് ചെയ്തുകൊണ്ടിരുന്നു. Of course, they had to pay Tom before he let them help him. They gave him their best things: 12 marbles, a tin soldier, a key, a dog's collar, the handle of a knife, and 4 pieces of an orange. ബെൻ ടോമിന് ആപ്പിൾ കൊടുത്തതുപോലെ വൈറ്റ് വാഷിംഗ് ചെയ്യാൻ സമ്മതിക്കാൻ വേണ്ടി ബെൻ ടോമിന് ആപ്പിൾ കൊടുത്തു. അതുപോലെ തന്നെ മറ്റു കുട്ടികളും അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ടോമിന് കൊടുത്തു. അതിനുശേഷമാണ് ടോം അവരെ വൈറ്റ് വാഷിംഗ് ചെയ്യാൻ അനുവദിച്ചത്. Tom had an easy time. He did not work, but soon the fence had 3 coats of whitewash on it. Tom had an easy time. ടോമിന് ജോലിയൊന്നും എടുക്കാതെ ടോം അവിടെ സുഖമായിട്ടിരുന്നു. വൈറ്റ് വാഷിംഗ് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. Do you like the story? Okay. Let's see in the next class. Thank you.